ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മുറ്റത്തേക്കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പതിവ് പോലെ തന്നെ ചോറിനൊക്കെ വെള്ളം ഇട്ടിട്ട് അങ്ങനെ മുറ്റടിക്കാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. മുൻവശം അടിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ചവറ അടിച്ചിട്ട് നീങ്ങണില്ല കേട്ടോ. പിന്നെ ചെറിയൊരു കുറ്റിച്ചൂലുണ്ട് കേട്ടോ. അപ്പോൾ ഈ പനി പിടിച്ചതിന് ശേഷം ശരിക്ക് ഒന്നുകൊണ്ട് വളയണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചൂലൊന്ന് വലുതാക്കിയതാണ്. അങ്ങനെ ഇന്ന് കട്ടിപ്പത്തിരിയും മുട്ട റോസ്റ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു നാളികേരം ഉടച്ചപ്പോൾ അത് തൊണ്ടഴിഞ്ഞിട്ടാ. പിന്നെ ആ നാളികേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പിന്നെ അത് നാശാക്കി കളയണം. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് എന്നാൽ പത്തിരി ഉണ്ടാക്കാനോ വിചാരിച്ചിട്ടാ. അങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അതൊക്കെ മിക്സിയുടെ ജാറിലൊന്ന് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിൽ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്കി പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു പകുതി സവോളയും ഒരു അര ടീസ്പൂണ് പെരുംജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് പൊടി വാട്ടിയെടുക്കാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പും ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല തിളപ്പിച്ചതിൻ്റെ ശേഷം പൊടി ഇട്ടിട്ട് വാട്ടി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ അരപ്പുണ്ടല്ലോ നമ്മളെ ഈ നാളികേരം, ആ ഒരു മുറി നാളികേരം ഞാൻ എടുത്തിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഒരു മുറി നാളികേരത്തിൻ്റെ നല്ല വെള്ളം പറ്റിയ നാളികേരം ആയിരുന്നല്ലോ. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് പൊടി വേവണം കേട്ടോ. നല്ല വാട്ടിയെടുക്കുക കേട്ടോ പൊടി. എന്നിട്ട് അതവിടെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് ഇന്നലെ മേലുണ്ടായിരുന്ന വഴുതനങ്ങ നമുക്കണ്ട് എത്താൻ പറ്റാത്ത കാരണം ചിലതൊക്കെ ഒരു മഞ്ഞ നിറം വന്നിറക്കണം കേട്ടാ. അപ്പം മഞ്ഞ നിറം വന്നത് പച്ച വഴുതനങ്ങ കേട്ടാ. പിന്നെ വയലറ്റ് വഴുതനങ്ങ വേറെ ഉണ്ട്. അപ്പോൾ ആ മൂത്തതെല്ലതും ഞാൻ ഇന്നലെ തന്നെ പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇതായിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. അപ്പോൾ ഇതായിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടാ. നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ. ഒരാവിണ്ട് ഒന്നടച്ച ഒരാവിണ്ട് കയറിയപ്പോഴേക്കിന് തന്നെ നല്ല നല്ല വെണ്ണ പോലെ ആയിട്ടാണ്. അത്രയും നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിന് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ നമുക്ക് വലിയ ഒരു പണിയൊന്നുമില്ല, എളുപ്പം തന്നെ. ഞാൻ ഒരു സവോളരെ ഇതിലേക്ക് എടുത്തൊരു പകുതി സവോള ഉണ്ടായിരുന്നല്ലോ, അത് കഴുകിയിട്ട് അതിലെണ്ണ മുറിച്ചിട്ട് ഒരു പച്ചമുളക് കൊണ്ട് മുറിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഒന്നണ്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്നണ്ട് ആവി കയറ്റിയതാണ് കേട്ടോ. അപ്പം ഒന്ന് പത്തിരിക്ക് മുട്ട റോസ്റ്റാണ്. അപ്പം മുട്ട ഞാൻ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ചൂടാറി കയ്യൊന്ന് തൊടാനുള്ള ഒരു രീതി വേണമല്ലോ. അങ്ങനെ ഞാൻ ഫാൻ കൊണ്ടിട്ടിട്ട് ഞാൻ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. അതിങ്ങനെ ഉരുളയാക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അജ്മീരെ കവറുണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പം നമുക്ക് വേഗം ആയി കിട്ടും. ലാസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പണികളൊക്കെ നോക്കണം. അപ്പോൾ എന്തായാലും നല്ല തിരക്കാണ് കേട്ടോ അവിടെ. പക്ഷെ നമുക്ക് പോയാൽ പൈസ ഉണ്ട് നല്ല, എന്നാലും നമുക്ക് നല്ലൊരു ഇതാണ് കേട്ടോ, ഒരു വിശ്വാസം, ഒരു തൃപ്തിയൊക്കെയാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പം അന്ന് ഇവിടുത്തെ പല്ലിൻ്റെ അപ്പുറത്ത് ഉള്ള ഒരു പല്ലിന് ഓട്ടടയ്ക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അന്ന് പറഞ്ഞൊരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്ത പല്ലിൻ്റെ ആ കുഴിയൊക്കെ ഒന്ന് തൂരുന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനങ്ങനെ പോവാണ്ട് പോയപ്പോൾ ഇന്നലെ ഏട്ടൻ ഞാൻ പോയത്. അപ്പോൾ അവർ പറഞ്ഞ് ഡേറ്റ് വേണമെങ്കിൽ തരാം, നല്ല തിരക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തോളൂ പറഞ്ഞ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, പിന്നെ പോവലും എളുപ്പമല്ലല്ലോ ഈ പുറപ്പെട്ടിട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ ചൂടും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരു 11 മണിക്ക് ഞാൻ ഇവിടുന്ന് പോയിട്ട് 4 മണിക്കാണ് വരുന്നത് കേട്ടോ. വെള്ളം ദാഹിച്ചിട്ടും വിശന്നിട്ടും ഒക്കെ ആയിട്ട് താഴത്തുനിന്ന് ഞാനൊരു ചായ കുടിച്ചിട്ടാണ് ബേക്കറിയിൽ നിന്ന്. പിന്നെ തണുത്തൊന്നും കുടിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ വേഗം നമ്മളെ പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മൂടിമേ ആദ്യം ഞാൻ വെളിച്ചെണ്ണ മൂടിമേ വരട്ടാൻ മറന്നിട്ടാ. പിന്നെ മൂടിമേലും നമ്മൾ പരത്തുന്ന ആ പേപ്പറിൽ ഒന്നാണ്ട് ഓയിൽ തടവി കൊടുത്തതിൻ്റെ ശേഷം ഒന്നമർത്തിയിട്ട് ആ സൈഡൊന്ന് ഷേപ്പാക്കി എടുക്കട്ടെ. അപ്പോൾ വേഗം നമുക്ക് പത്തിരിയായി കിട്ടിയിട്ടാ. അപ്പോഴേക്കും ഞാൻ ചോറ് വിറ്റത്തടുപ്പത്തുണ്ട്. ഞാൻ ഇവിടെ തന്നെ അടുപ്പിൽ ഈ ഓട്ട് പാത്രം വെച്ചിട്ട് പത്തിരി ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ്.
അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലൊരെണ്ണ ഇട്ടിട്ടുണ്ട്, കത്തണമുണ്ട്. അപ്പോഴേക്ക് ഇവിടെ വന്നിട്ട് ഉള്ള പരിപാടി കേട്ടാ. അപ്പോഴേക്ക് ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് നമ്മളെ വഴുതനങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്, അതൊന്ന് മെഴുക്ക് പൊട്ടിയാക്കി എടുക്കാൻ. അപ്പോഴേക്കിന് 2 സവാളയൊക്കെ തോല് കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, പച്ചമുളകും തക്കാളിയൊക്കെ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീഡിലുള്ള പണികളാണ് കേട്ടോ രാവിലെ. എന്തായാലും തകൃതിയായിട്ടുള്ള പണി എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ വഴുതനങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് ചേർത്തിളക്കിയിട്ട് ഒന്നണ്ട് അടച്ചു കൊടുക്കുക, ഒരു 2 അടയ്ക്കൽ. അപ്പോഴേക്ക് നമ്മുടെ വഴുതനങ്ങ റോസ്റ്റൊക്കെ റെഡി ആയിട്ടാണ്, മെഴുക്ക് പുരട്ടി. അപ്പം ഒന്നും അധികം പുറം പണിക്കൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടാ. ഇന്ന് ഉള്ളിൽ തന്നെ നല്ല തിരക്ക് പിടിച്ച പണികളാണ്. അങ്ങനെ ഒരു ഭാഗം ഒന്നായപ്പോൾ ഞാൻ ഒന്ന് മറച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തീ നല്ലൊന്ന് കത്തിയാലോ, അതിൻ്റെ കേട്ടാ, കരിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ മറ്റേ ഭാഗം ഒന്നായാൽ ഒന്നണ്ട് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് 2 പൊളിയായിട്ടുണ്ട് പൊള്ളച്ചിട്ട് വരും കേട്ടോ. അപ്പോഴേക്ക് ഞാൻ അപ്പുറത്ത് ഗ്യാസിന്മേൽ പാൻ വെച്ച് കൊടുത്ത് അതിൽ ഒരു 2 ഗ്രാമ്പു, 2 പട്ട, 2 ഏലക്കായ, 1 വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചിട്ട് അതൊന്ന് പൊട്ടിച്ചെടുത്തതിൻ്റെ ശേഷം, അപ്പോൾ കയ്യിൽ നനവുണ്ടായിരുന്നിട്ട് അതാണ്, ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം ഒരു 2 മീഡിയം സൈസുള്ള സവോള കേട്ടോ അത് ഇട്ട് കൊടുത്ത് അത് വാടാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ചേർത്തിളക്കി അടച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു 2 പ്രാവശ്യം ഒന്ന് ചേർത്തിളക്കിയപ്പോഴേക്കിനും സവാള നന്നായിട്ട് വെന്ത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തതാണല്ലോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളിയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ പിരിയമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയുടെ പൊടി കേട്ടോ, അതാണ് ചേർത്തുള്ളത്. പിന്നെ എരിവിന് കുരുമുളക് പൊടി ഒരു 1/2 സ്പൂണ്, പിന്നെ പച്ചമുളകും ഉണ്ടല്ലോ 2 എണ്ണം, അതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നല്ല കളറായാലും എരിവ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ചോറിക്ക് കൊടുത്തിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നണ്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി അതൊക്കെ ഒന്ന് തോല് പൊളിച്ചിട്ട് ഞാൻ മുറിച്ച് വെച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നണ്ട് അടച്ചു കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെറുതെ നാളികേരം നരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, ആളില്ലല്ലോ, ഞാൻ ഏട്ടനേ ഉള്ളൂ. അങ്ങനെ കുറച്ച് മല്ലിയില ഇല ഇട്ട് കറിവേപ്പില ഒട്ടിച്ചുകൊണ്ടാനൊന്നും പിന്നെ പോവുക അതിൻ്റെ ഓർമ്മയില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള. അപ്പം നമ്മളെ ആദ്യത്തെ പത്തിരിയൊക്കെ അപ്പേക്ക് വെന്ത് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട് മറിച്ചിട്ട് കൊടുക്കും നോക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നും എടുക്കുകയാണ് വേണ്ട. നല്ല 2 പുളിയായിട്ടുള്ള നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇതേപോലെ നാളികേരം സവാളയൊക്കെ ചേർക്കുമ്പോൾ. അങ്ങനെ ഏട്ടന് ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പത്തിരിയും മുട്ട റോസ്റ്റൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ. പിന്നെ കൂട്ടുകാർ ചിലരൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ശബ്ദം വോയിസ് ഒന്ന് കുറവാണ് കേട്ടോ. അപ്പോൾ ഈ വയ്യാൻ്റെ അതിൻ്റെ ശേഷം പൊതുവേ ഒന്ന് ശബ്ദമൊക്കെ ഒന്ന് കുറവ് തന്നെയായിരുന്നു കേട്ടോ കേൾക്കുന്നവർക്ക്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ശബ്ദമൊക്കെ ഞാൻ കൂട്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദമൊക്കെ എന്തെങ്കിലും നമ്മളെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇത് പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. അപ്പോൾ ഞാനത് തെറ്റുകൾ തിരുത്താൻ നോക്കട്ടാ. അപ്പം ഇന്ന് അപ്പൂനെ ഞാൻ പുറത്തേക്ക് ഇറക്കണില്ല കേട്ടോ, കാരണം ഞാൻ പോവുകയല്ലേ. ആരെങ്കിലും വല്ല നായ്ക്കളെ കണ്ടാൽ പൊട്ടിച്ചിട്ട് പോയാൽ ശരിയാവില്ലല്ലോ. എല്ലാവരെയും പോയി കടിച്ചിട്ട് ചിങ്ങത് മതിയില്ലേ ഏതു. അപ്പം ഞാൻ മേലെ ഓന് തിന്നാളൊക്കെ ആയിട്ട് വന്നതാട്ടാ, ചോറൊക്കെ ആയിട്ട് അതൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്ത് ഓൻ്റെ കൂട്ടിലെ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അങ്ങനെ ഓനോട് ചോറിനാൻ പറഞ്ഞാൽ ഒന്ന് ഡിമാൻഡ് കാണിച്ചിട്ടൊക്കെ നിൽക്കൂട്ടാ. വെള്ളം എടുത്തിട്ട് വെറുതെ കളയില്ല കേട്ടോ. എന്തിനേലൊക്കെ കടക്കേക്ക് വെച്ച് കൊടുക്കും. വെള്ളത്തിനും ക്ഷാമം ഒന്ന് നേരിടുകയാണ് എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ തക്കാളിയുടെ മുകളൊക്കെ പാവിയതാണ് ആവട്ടെ, എല്ലേലും മുളച്ചിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു കമ്പൊക്കെ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്, ഉണ്ടാവുക വെച്ചിങ്ങനെ ആയിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ മുളകൊക്കെ കുരുടിച്ചിട്ട് നിന്നിരുന്നു, നമുക്ക് നോക്കാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ കുറച്ച് കുളിച്ച കഞ്ഞിയുടെ വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞ് ഒക്കെ ഒന്ന് വലിയ കുഴപ്പമില്ലാതെ തോമ്പൊക്കെ എടുത്തിട്ടൊന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മേലെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചതാണ്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡിയായി.
അങ്ങനെ അവിടെ പോയി ഫോണുള്ള കാരണം ഇങ്ങനെ ഇരുന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പിടിച്ചതാണ് കേട്ടോ. പല്ല് ഡോക്ടർ അവിടെ നിന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഏറിയ നേരം കഴിഞ്ഞപ്പോൾ ഒന്നിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബൈ.